ഹലോ, ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത് ദമാം എയർപോർട്ടിലാണ്. ഞങ്ങളെ ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചുള്ള. അങ്ങനെ നമ്മൾ എയർപോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ UAE പോകുന്നത്. ഒരു ഉച്ച 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തി. നേരെ ബോർഡിങ്ങൊക്കെ പോയത്. വലിയ ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ബോർഡിംഗ് പാസ് മേടിച്ച ശേഷം നമ്മൾ നേരെ പോയത് ഏതൊരു ട്രിപ്പിലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഫുഡ്. അപ്പോൾ നമുക്ക് 1.5 അവർ ട്രാവലുള്ളൂ. എങ്ങനെയാണെങ്കിലും ട്രാവലിങ്ങിൽ ഫുഡ് കഴിക്കുന്നത് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ നമ്മൾ നേരെ ഫുഡൊക്കെ മേടിച്ച് അൽബേക്കിലാണ് പോയത്. ഫുഡൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇമിഗ്രേഷനൊക്കെ നമ്മൾ പോയി. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൈം കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് നമ്മൾ 2 പേരും ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് എല്ലാം ഒന്ന് കണ്ട് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മളെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് പോയിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പൊങ്ങണതൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഫാമിലീസിനൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൗണ്ടർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. കൗണ്ടറൊക്കെ ഓപ്പൺ ആയി എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ 2 പേരും അവിടെ നിന്ന് എണീറ്റ് കൗണ്ടർക്ക് പോയി. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഫസ്റ്റ് ഒരുമിച്ചുള്ള ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് വിൻഡോ സീറ്റാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിലേറെ ഹാപ്പിയായി. കാരണം ഈ വിൻഡോ സീറ്റിലിരുന്ന് പോകുമ്പോൾ എന്നുള്ളത് വേറെ ഒരു വൈബ് തന്നെയാണ്. സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റായ ശേഷമാണ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ടേക്ക് ഓഫിൻ്റെ ടൈമായി എന്നുള്ളത്. ആ ഒരു ടൈമിൽ നല്ല ഒരു എക്സ്പീരിയൻസുമാണ്, അതേപോലെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഫുഡിൻ്റെ ടൈം ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കുന്നിടയിൽ അനൗൺസ്മെൻറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു, നമ്മുടെ എത്താനായി എന്നുള്ള അനൗൺസ്മെൻറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അബുദാബി എത്തിയിട്ട് നമ്മൾ അബുദാബിക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അത്യാവശ്യം നല്ല നടക്കാനുണ്ട് കേട്ടോ എയർപോർട്ടിൽ. നേരെ പോയത് എമിഗ്രേഷൻക്കാണ്. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് പറഞ്ഞാൽ ഇമിഗ്രേഷൻ്റെ ഭാഗത്താണ്. പിന്നെ ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ബ്രദറും വൈഫൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വെൽക്കം ചെയ്യാനായിട്ട് നമുക്ക് റോസ് പൂവൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അവർ നമ്മളെ വെൽക്കം ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.